ഹലോ ഗായ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വീണ്ടും ഗ്രാനിയായിട്ട് വന്നേക്കുന്നത്. ഗ്രാനി ചാപ്റ്റർ 2 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്ത് കഴിയും. ഇനി നമുക്ക് ബോട്ട് എസ്കേപ്പും ഹെലികോപ്റ്റർ എസ്കേപ്പും ആവുക ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമ്മളതിന് നമുക്ക് ബോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് ആദ്യം ഏതില്ല വന്നെ അത് നമുക്ക് ചെയ്യാൻ കഴിയും. ബോട്ട് എസ്കേപ്പാണ് അത്, അല്ല ഹെലികോപ്റ്റർ എസ്കേപ്പ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഗ്രാനിയും ഗ്രാൻഡ്പയും രണ്ടുപേരും കൂടെ വരുമ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കപ്പോൾ നേരെ മേളിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് ഇച്ചിരി വീഡിയോ ലോങ് ആയിരുന്നു. നമുക്ക് കയറിപ്പോയി നോക്കാം. ഗ്രാനിയും ഗ്രാൻഡ്പയുടെ ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നുമില്ല. അയ്യോ, നല്ല പരിചയമുള്ള വെപ്പൺ ഗായ്. ആദ്യം തന്നെ നമുക്ക് വെപ്പൺ കിട്ടി. ദേവൻ ശരിയല്ല. അപ്പാപ്പനെ പെട്ടു. അയ്യോ, ഇതുവരെ കിടന്ന് ഉറങ്ങുന്നേ. ഉറങ്ങുവാനെ അടിക്കണോ? കീ എടുക്കാൻ പറ്റുമോ നോക്കാം. എണീക്കല്ലേ. അയ്യോ അയ്യോ, അതെന്നാ ഇരുമ്പ് പാപ്പ എന്നാ അത്ര ശക്തി. ഒന്നും കൂടെ പേടിയാക്കാം. ബുള്ളറ്റ് എന്തി? അപ്പാപ്പനാകുമ്പോ ഒന്നും കൂടെ നമുക്ക് പേടിയാക്കാം. പാപ്പൻ എന്തി? നമുക്കല്ലേ പരമടിയാക്കാനെ സെർച്ച് ചെയ്യാം. മീറ്റ് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മീറ്റ് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതേവന് പോട്ടെ. ഇവിടെ കിടക്കട്ടെ. നിങ്ങൾക്കറിയാലോ കൈ അപ്പാപ്പൻ്റെ കഴുത്തേന് കീ എടുക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പറ്റിയില്ല ഒരു കാര്യം. ഇവിടെ കണ്ട നമ്മൾ ഈ സ്വിച്ച് നെക്കുവാണ് ഇവിടെ ക്യാമറ. നമുക്ക് കഴിഞ്ഞ വീഡിയോ നോക്കാൻ പറ്റിയില്ല. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതെ, ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ ഇട്ടിട്ടുണ്ട് വെപ്പം പിടിച്ചിട്ട് നടക്കാം. അമ്മാമ്മ നേരത്ത് എണീക്കും. അമ്മാമ്മ എപ്പോഴാണ് എണീക്കുന്നത് നമുക്കൊന്നും വേണം. ഗ്യാസിലും കിട്ടി. അയ്യോ, പറഞ്ഞു തീർന്നില്ല. അവിടെ പറച്ചോണ്ട് ഗ്യാസിലും കിട്ടി. ബോട്ട് എസ്കേപ്പിന് നമുക്ക് ഗ്യാസിലും വേണം. അപ്പന് ഇപ്പം മയക്കേ ഉള്ളതുകൊണ്ട് അപ്പാപ്പന് അത്ര സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മുഴുവൻ സെർച്ച് ചെയ്തു. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉണ്ടത് കിട്ടി. ഗ്യാസിലും കിട്ടി. നമുക്ക് ബോട്ട് എസ്കേപ്പിന് എന്താ സ്റ്റിയറിംഗ് വീല് വേണം, സ്പാർക്ക് പ്ലഗ് വേണം, ഗ്യാസിലിൻ വേണം,
സ്പാർക്ക് പ്ലഗും കിട്ടി. അപ്പം നമുക്കിനി വേറെ എന്നാ വേണ്ട, താഴെ പോയി നോക്കാം ഗൈസ്. ഹാൻഡ് വീല്, അത് ഫ്രണ്ട് ഡോറ്, ഇതൊന്നും ഇല്ലല്ലോ ഗൈസ്. പിക്ചർ പീസ് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പാപ്പൻ്റെ പിക്ചർ വെക്കണം. കണ്ടോ ഗൈസ്, ഈ വഴി നമുക്ക് അങ്ങനെ കടന്നു പോവാം. അതാണ് അവിടെ ജനൽ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ താഴെ വരെ പോയി നോക്കിയിട്ട് വരാം ഗൈസ്, നമുക്ക് എന്നൊക്കെ വേണ്ടത് ഡോറൊക്കെ. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഒരു വെപ്പൺ കീ കിട്ടിയിട്ടില്ല. മാനുവൽ, ഹെലികോപ്റ്റർ മാനുവലും കിട്ടി. അപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പിന് പിന്നെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് തരാം. ഹെലികോപ്റ്റർ എസ്കേപ്പിന് മറ്റേ പടം വേണമല്ലോ. അതെ അമ്മാമ്മ. അപ്പോൾ അപ്പാപ്പിന് വേണ്ടിയിട്ടാണ്. വിറച്ച് നിൽക്കത്തല്ലേ. പാപ്പനിങ്ങനെ അങ്ങ് വരുക തന്നെ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഹെലികോപ്റ്റർ കീയും കിട്ടി. അപ്പം നമുക്ക് അപ്പാപ്പൻ്റെ വേറെ എവിടെയൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് അങ്ങോട്ട് ചെയ്യാൻ ജസ്റ്റ് മിസ്. അപ്പാപ്പൻ്റെ വേറെ എവിടെയാണ് കൊള്ളാന്ന്. അപ്പം നമുക്ക് ഇത് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ കഴിച്ച് നോക്കുന്ന, പെട്ടെന്ന് കൊണ്ട് ഫിറ്റ് ചെയ്യാം. വെപ്പണിക്ക് കിട്ടാത്ത, അല്ല ഇവിടെ കിടക്കട്ടെ. ഹാൻഡ് വീലും നമുക്ക് വേണ്ട, അവിടെ ഇതല്ലേ സേഫ്റ്റി. നമുക്ക് അതിന് പ്രാവശ്യം കിട്ടിയില്ല. ഇവിടെയൊക്കെ എന്തെങ്കിലും ബ്രഞ്ച് എന്തിനാണെന്ന് അറിയാലോ. നോക്കാട്ടെ. ഡോർ ലോക്കോ, അതെന്നാ അപ്പാപ്പൻ്റെ പിക്ചർ അവിടെ, അത് എടുക്കാൻ നോക്കുന്ന. ചുമ്മാ നമ്മളെന്തെങ്കിലും ചെയ്യൂ, പറയാൻ പറ്റില്ല. വെപ്പൺ കീ കിട്ടിയിട്ട് അങ്ങോട്ട് പോവാം. കൊച്ചുമോനെ ഒന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് ദിവസം ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് പോകേണ്ടതാണ്. നമുക്ക് വെപ്പൺ കീ കിട്ടുവാണെങ്കിൽ ഈ ഡോറ് തുറക്കണം. വെപ്പൺ കീ പോയോ? വെപ്പൺ പോയിട്ട് വെപ്പൺ എന്ത് ചെയ്യും? വെപ്പൺ എവിടെയാണ്? മറ്റേ നൈസായിട്ട് മുകളിലേക്ക് പോയാലോ. ഇവിടെ അപ്പം സോണാവോ? ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കണ്ടാരില്ല. മണ്ടേന്ന് കഴിഞ്ഞ പ്രാവശ്യം മണ്ടേനെ കണ്ടാണ് കൈ വെപ്പൺ ചെയ്ത്. ക്രോബാർ അങ്ങോട്ട് ബ്ലോക്ക് അതർ സൈഡ്. വെപ്പൺ കീ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് കണ്ടാൽ കിട്ടി. ബോട്ട് കീ പൈസ മതിയോ? പാർലോക്കിങ്ങനെ മതിയോ? ഇവിടെ ഫോട്ടോ വെക്കണം. ഇവിടെയൊക്കെ എന്നാന്നൊന്നും അറിയില്ല. നമുക്കിനി പാർലോക്കിയും കൂടെ മതിയോ? അപ്പോൾ പൊന്നോ കണ്ടുമില്ല. അമ്മാമ ഒളിച്ചിരിക്കുക ഭിത്തിയിൽ. ഇതെല്ലാം മണ്ടത്തരം നമ്മൾ കാണിക്കാം. ബോട്ടൊക്കെ പിന്നെ പാർലോക്കിങ്ങനെ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട്
അത്രയും നല്ലത്. ഇനി നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടാക്കി തരുമ്പോൾ എന്നാലും അമ്മാമ്മേനെ കണ്ടുമില്ല. അമ്മാമ്മ ഇറങ്ങി വരാൻ പാകത്തിന് ഒളിച്ച് നിൽക്കുമായിരുന്നു. അപ്പം അമ്മാമ്മയും കൂടെ പോട്ടെ. സെക്യൂരിറ്റി പോലെ അവിടെ വെപ്പം കഴിയും. ആരും കണ്ടിട്ടില്ല. ഇവിടെയൊന്നും ഇല്ല. പിന്നെ എവിടെ വരും? ഒന്നിനും കാണാനില്ല. അമ്മാമ്മേനെ അങ്ങ് തീർത്തിട്ട് മതി. എന്തോരം നേരം ക്യാമറ നോക്കിയുണ്ട്. ബാ കമോൺ, വായി കരണ്ടടിക്കട്ടെ. എടുക്ക്. എടുക്കാൻ പറ്റില്ല. പാപ്പോ പാപ്പ കിടന്ന് കറങ്ങ. പാപ്പോ തന്നെ അപ്പാപ്പ അങ്ങനെ ഒരു കണക്ക്. അയ്യോ, അപ്പാപ്പൻ നമ്മളെ എന്നതായി പുള്ളി കാണിക്കുന്നു. വരുമോ ഇയാളൊന്നും? അപ്പൊ നേരെ അമ്മാമ പേടിയായിരിക്കും. പപ്പ അങ്ങോട്ട് പോകോ? പപ്പൻ അങ്ങോട്ട് പോ. പപ്പൻ ഇങ്ങോട്ടാ പിന്നെ മണ്ണ്. പോയി. പപ്പനങ്ങ് വരട്ടെ. അപ്പാപ്പ പോയി. പാട്ട കഴിച്ചിട്ട് തോക്കില്ല. അമ്മാമ്മ എണീറ്റോ? അമ്മാമ്മ എണീറ്റൊന്നും ഇതൊന്നും ഒന്നുമില്ല. നമുക്കിനി ഹെലികോപ്റ്റർ കേപ്പിന് നമുക്കിനി വേണ്ടത്. ഹെലികോപ്റ്റർ കീ കിട്ടിയിട്ടില്ല. മാനുവൽ കിട്ടി, പിന്നെ ഗ്യാസിലിനും കിട്ടി. അതെ, കിട്ടി. റോവർ വെച്ചാൽ തുറക്കാം. അമ്മാമ്മ സ്പോണായി. അയ്യോ, അമ്മാമ്മേനെ തീർത്തിട്ട്. മാമ കമോൺ, ഫാസ്റ്റ് ഫാസ്റ്റ്. അങ്ങോട്ട് ചാട്. ചാരി കിടക്കാല്ലേ. പിന്നെ ഡക്ക് ടേപ്പ് താഴെ കൂടെ ഓടിപ്പോയി തുറന്നിട്ട്. ഡക്ക് ടേപ്പ്. അപ്പോൾ ഹെലികോപ്റ്റർ സ്കേപ്പ് ഫുള്ളായോ? ഹെലികോപ്റ്റർ കീകണം കിട്ടണം. മോൻ ഇത്ര വട്ടം സ്പോണായോ? നമുക്ക് വെപ്പൺ കീ ഇതുവരെ കിട്ടിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഡോർ എസ്കേപ്പിൻ്റെ സമയത്ത് ആദ്യം കിട്ടിയത് വെപ്പൺ കീയാണ്. സേഫ് കീ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മിക്കവാറും ഞാൻ ഗസ് ചെയ്യാൻ കഴിയും. മിക്കവാറും
ഇത് തുറക്കുമ്പോൾ വെപ്പൺ കീ ആയിരിക്കും. ഹെലികോപ്റ്റർ കീ ആണ് നമ്മൾ എസ്കേപ്പായി. ഇതെന്നാത്തിനാ ഇതന്നെ ഇത് അയ്യയിലൊക്കെ വേണ്ടാത്ത ഇവിടെ വേണേ പോവായിരുന്നു. പക്ഷേ ഇവൻ നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ഇവൻ നമ്മളെന്തെങ്കിലും ചെയ്യും. അമ്മാമ്മ ഫോണായി കാണും. ഹായ്. ഓ അപ്പാപ്പൻ്റെ ഒരു ഡാൻസോ കുറേ അടിച്ചാലോ കണ്ടില്ലേ? മൂക്കിലടിച്ചു. കാലെന്താ അപ്പാപ്പ അങ്ങോട്ട് കിടക്ക്. അതെ അമ്മാമ്മ ഓടി വന്നു. കമോൺ കമോൺ. യാ ഓ വിറക്കി കളി. അപ്പാപ്പൻ കളിച്ചവരെ തന്നെ അമ്മാമ്മ ഇപ്പോൾ ഡാൻസ് കളിക്കുക. ഈ മീറ്റ് എന്തിനായിരിക്കും? എന്തിനാലോട്ടെ നോക്കാം. പിക്ചർ പീസ് ഉണ്ടാകും. മാറി കിടക്കാം അമ്മാമ്മ. കിടക്കുമ്പോഴൊന്ന് ഒതുങ്ങി കിടക്കണ്ടേ? നമുക്ക് ആ ഡോറ് തുറക്കണം. പക്ഷെ ആ ഡോറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാകും. പക്ഷെ അവർക്കും എളുപ്പമാകും നമ്മളെ പിടിക്കാൻ. അത് വേറൊരു കാര്യം. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേരെ ഇറങ്ങാൻ പറ്റില്ല. കൊച്ചുമാൻ അടക്കണത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നു പോകാൻ നേരത്തെ അടിച്ചു കുത്തി വീണ നമ്മൾ ഗ്ലാസ് ജ്യൂസ് വെക്കാതെ ഓർക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ പിന്നെ എന്തിനാ? പിക്ചർ പീസ് രണ്ടാമത്തെ ഇരിക്കുന്നു. പാപ്പൻ്റെ വയറിൻ്റെ ഭാഗം കിട്ടി. ഇനിയൊരു ഭാഗം കൂടെ വേണം. ഇത് നോക്കുന്ന ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാനേ. പക്ഷേ പാറിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് എസ്കേപ്പ് ചെയ്യാം. അതല്ല വെപ്പൺ കീ കിട്ടാൻ നമ്മളെങ്ങനെ അപ്പുറത്തേക്ക് പോകും? അതൊരു മാറ്ററാണ് കൈ. ബോട്ട് കീ കിട്ടി. ബോട്ട് കീ അപ്പം നമുക്ക് കിട്ടി കൈ. അമ്മാമ്മയൊക്കെ സ്പോണായെന്ന് അറിയാൻ ഒരു വഴിയുള്ളൂ. അമ്മാമ്മയൊക്കെ സ്പോണായിട്ടുണ്ടേ. ക്യാമറ പയ്യെ നോക്കാം. ആരെങ്കിലും ഉണ്ടോ? പുറകിന് അടി വരാതിരുന്നാ നല്ലത്. ക്യാമറ ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ല. അമ്മാമ്മ എൻ്റെ അടുത്തുണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് പിന്നെ എവിടെ പോയി? പുറത്തേക്ക് ഇറങ്ങുന്ന റിസ്ക്കാ. നമ്മളിവിടെ വന്ന് നോക്കണം. ആരെങ്കിലും അടുത്തുണ്ടോ? ഇതാണ് നമ്മുടെ വിഷൻ ക്യാമറ. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അപ്പാപ്പനും അമ്മാമ്മനും വിളിച്ചു വരുത്താറ്റോ. കമോൺ 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 അമ്മാമ്മേ. രണ്ടുപേരും ഒന്നിച്ച് വെടി വെക്കാൻ പറ്റും നമുക്ക്. പിന്നെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കണ്ടു. വാ പെട്ടെന്ന് വാ അമ്മാമ്മയെന്ന്. സമയമില്ലാന്ന്. കെണിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കെണി പോലും ഞാൻ കണ്ടായിരുന്നു. നമ്മളിപ്പോൾ കെണിയിലൊന്നും ചാടില്ല. അമ്മാമ്മയൊന്ന് വരുവാണെങ്കിൽ എത്ര ഒച്ച ഉണ്ടാക്കിയിട്ടേ വേറെ അറിയണോ? ഇപ്പം ഞാനിപ്പോൾ ഇത്ര ഒച്ച ഉണ്ടാക്കി. ഇപ്പം അമ്മാമ്മേനെ ഇവിടെ ഒന്നും കാണാനില്ല. ഞാൻ കൃത്യം ഇവിടെ നിന്ന് ഇറങ്ങി ഡോറ് തുറക്കുമ്പോൾ അമ്മാമ്മയുടെ അടി. അതാണ് അമ്മാമ്മ. നോക്കാം
ഇവിടെ ഒന്നും കാണത്തുമില്ല. നമ്മൾ ആ ഡോറ് തുറന്നിട്ട് വേണ്ട ചിലപ്പോൾ അമ്മാമ്മ അകത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം എന്നെ ചെയ്യും ഇത്ര ഒച്ച ഒരു ആകാംക്ഷ. ഇവിടെ നിന്ന് കാണത്തുമില്ലല്ലോ. രണ്ടും കൽപ്പിച്ചങ്ങ് ചാടിയാലേ ഇവിടെ ആയാലും വന്നോ. ഇവിടെ എങ്ങനെയാണോ നോക്കിയതല്ലേ. ഭാഗ്യം ആരുമില്ലാതെ. കമോൺ പെട്ടെന്ന് എനിക്ക് തീർത്തിട്ട് അടുത്ത പഠിക്കുള്ള. അപ്പാപ്പൻ ബാക്കിൽ നിന്ന് വരും. അപ്പാപ്പൻ എങ്ങനെയാ അമ്മമ്മ? അപ്പാപ്പൻ എന്തിയേ? അപ്പാപ്പോ വേറെ അറിയൂ. അപ്പാപ്പൻ എന്നെ എത്ര താമസം. അമ്മാമ്മയുടെ ഷോക്കടി. അപ്പാപ്പോ പാർക്ക് ബ്ലക്ക്. ഓ അപ്പാപ്പന് പിക്ചർ പീസ്. ആൻറ്റി വീല് ഇവിടെ കാണാൻ നോക്കിയതല്ലേ. ഇതൊരു വെപ്പൺ കീ കിട്ടിയില്ല. ഇതാണ്. ഓഹോ വറച്ചവിടെ വെക്ക്. സാധനങ്ങളൊക്കെ തപ്പിയെടുക്കട്ടെ. അതായത് മിക്കവാറും ഹെലികോപ്റ്റർ പറ്റുള്ളൂ ഒന്നും പാർലോക്ക് കിട്ടാത്തതുകൊണ്ട്. പക്ഷേ വെപ്പൺ കീ കിട്ടുമായിരിക്കും. ഇത് കടന്ന് എല്ലാം ചിലപ്പോൾ വെപ്പൺ കീ കിട്ടുമായിരിക്കുമല്ലോ. എവിടെയാണെങ്കിലോ വെപ്പൺ കീ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കൈ ഇവിടെ ആയിരിക്കും വെപ്പൺ കീ. ഞാൻ പറഞ്ഞില്ലേ കൈ ഇവിടെ വെപ്പൺ കീ. അപ്പോൾ വെപ്പൺ എടുത്തിട്ട് അപ്പുറത്തേക്ക്. പക്ഷെ അമ്മാമ്മനും അപ്പാപ്പനും വെപ്പൺ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഭയങ്കര ഇതായിപ്പോയി. കൊന്നുകളെ വെപ്പൺ കുറേ ഉണ്ടല്ലോ. കൊന്നു ഏതായാലും അപ്പാപ്പനും അമ്മാമ്മനും ഒക്കെ ഏതായാലും വെപ്പൺ വെച്ച് തീർത്തിട്ടാ ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റുള്ളൂ. എന്നെ ആരും തീർക്കണം. എന്തേ ഉയ്യോ വെറുതെ ബുള്ളറ്റ് എടുത്തു. അവനിരിക്കട്ടെ, ഏതായാലും എടുത്താ. നമ്മൾ ഇനി ഒന്നും നോക്കാനില്ല. നമ്മളെല്ലാ സാധനങ്ങളും നോക്കി, എല്ലായിടത്തും നോക്കി. ഇവിടെ ഒന്നുമില്ല. എന്നെ കഷ്ട വളരെ ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നുമേ ഇല്ല. പാപ്പൻ ഇവിടെ കിടന്നുറങ്ങി. എന്നെ കൊച്ചുമോനെ നോക്കുന്ന തീർത്താലോ. മറ്റേ ഈ നമുക്ക് രണ്ടുപേരും ഒന്നിച്ച് തീർക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഞാൻ ആന ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് കാണാം. ഇത് നോക്കി ആരാ പോണേന്ന് ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിയാൻ പോണുണ്ടോ? നമുക്ക് എന്തോരം പോകുന്നു നോക്കാം. ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇവരെയൊക്കെ കൊല്ലണ്ടാന്ന് വെച്ചപ്പോ തിരിഞ്ഞ് എൻ്റെ നേരെ വരിക. ഇനി അപ്പാപ്പൻ കമൺ ഏതല്ല അതങ്ങ് മാറി. ഇവർക്കിട്ടൊന്നും വെടിവെക്കാൻ പറ്റിയില്ലായിരുന്നു. കമൺ അത്രേ ഉള്ളൂ. ഇനി മണ്ടേ ചെന്ന് തീർക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് മേളിലത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കൊച്ചുമോൻ്റെ എടുത്തിട്ട് നമുക്ക് കൊച്ചുമോനെ തീർത്തിട്ട് ഇവരെ ഒന്നിച്ച് വന്നില്ലായിരുന്നു. അപ്പോൾ ഇവരെ ഒന്നിച്ച് തീർക്കാൻ പറ്റുമോ നോക്കാം. എവിടെയായിരുന്നു? ഇവിടെ.
നോക്കി ഈസി സാധനം അറിയാലോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഓടിയാൽ നമ്മളവിടെ ചെന്ന് വീഴുള്ളൂ. നിങ്ങൾക്കറിയാലോ, വെറുതെ എത്തില്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് വീഴും. ഇവിടെ ഒരു ചുമല സ്വിച്ചുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രാവശ്യം പേടിയായിരുന്നു. ബുള്ളറ്റ് പോലെ തീരല്ലേ, തീർന്നു. ഇതൊരു ബുള്ളറ്റേ ഉള്ളൂ. ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ബോംബ്, ഗ്രനേഡ്. ഇതെങ്ങനെയാ സംഭവം? ഗ്രനേഡ്. ഹായ്. അമ്മാമ്മയുടെ അപ്പാപ്പൻ്റെ മൂട്ടിലിട്ട് പൊട്ടിക്കാം. ഇവിടെ എന്നാ സംഭവം? കട്ടിംഗ് പ്ലെയർ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സാധനം. അമ്മാമ്മയൊക്കെ എവിടെയാണോ? വേറെ അറിയൂ. അമ്മാമ്മേനെ സ്പോണായിട്ടില്ല. പോട്ടെ. തോക്കെടുത്തുണ്ട്. അമ്മ സ്പോണായിരുന്നൊന്നുമില്ല. തോക്ക് എവിടെയായിരുന്നു വിളിട്ടെ? അത്രേ ഉള്ളൂ. തോക്ക് കിട്ടി. കട പുറയുന്ന തിരിഞ്ഞ് കേൾക്കാം. വേറെ അറിയൂ. അപ്പോൾ ഇത് ഇവരടിച്ചിട്ട് അപ്പം തന്നെ ബോംബ് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. അമ്മാമ്മയൊക്കെ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വാ അമ്മാമ്മേ, ബോംബ് പൊട്ടിക്കാം. നമുക്ക് ദീപാവലി ആഘോഷിക്കാം അമ്മാമ്മേ. കമോൺ ഫാസ്റ്റ്. അപ്പാപ്പനാണല്ലോ ബോംബിനുള്ള. പൊട്ടെ. തീർത്ത്. അപ്പം മാമ ഓടി വരും. മമ്മി ഓടി വാ, സമയം കളയണ്ട. അപ്പാപ്പൻ വീണു. ഓ നൈസ് പടക്കം. അമ്മാമ്മ എന്ത്? ഓ മൈ ഗോഡ്, അമ്മാമ്മ ഇതുവരെ വന്നില്ല. അമ്മാമ്മ എവിടെ പോയി കിടക്കുവാണ്? അമ്മാമ്മ വന്നിട്ടുണ്ട്. വെപ്പൺ മാറണം അമ്മാമ്മയ്ക്ക്. അമ്മാമ്മയ്ക്ക് വേണ്ടി എനിക്ക് വയ്യ സാധനം മാറാൻ. വെറുതെ ബുള്ളറ്റ് വെറുതെ കിടക്കവിടെ. അല്ല ഇതല്ലേ ഗ്ലാസ് ന്യൂസ്. എവിടെയാണ് നമ്മൾ? ഗ്ലാസ് ന്യൂസ് എവിടെയാണ് കണ്ടത്? താഴെയല്ലേ? അതെവിടെയാണ്? ബുള്ളറ്റ് എന്ത്? ബുള്ളറ്റ് ഗ്ലാസ് ന്യൂസ് നമ്മൾ എവിടെയായിരുന്നു കണ്ടത്? നമ്മൾ എവിടെയായിരുന്നു? ഇവിടെ. ഓടിപ്പോയി ഇത് കൊണ്ടേ വെക്കുക. ഹെലികോപ്റ്ററിൻ്റെ അവിടെ നോക്കുക. കൊച്ചുമോനെ തീർക്കുക. തോക്കായിട്ട് ഇറങ്ങി വരിക. അമ്മാമ്മയൊക്കെ സ്പോണാവുന്നാലും നിൽക്കണം. അപ്പാപ്പൻ സ്പോണെന്നാണ്. എവിടെയായിരുന്നു? ഇവിടെയല്ലേ? പെട്ടെന്ന് കൊണ്ട് വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം അമ്മാമ്മയൊക്കെ തീർന്നിരുന്നോണ്ട് നന്നായി. അതിലേക്ക് പോകണ്ടിട്ട് ഹെലികോപ്റ്ററിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഹെലികോപ്റ്ററിന് ഇവിടെ ഡക്ക് ടേപ്പ്. നമുക്ക് ടേപ്പായിട്ട് നമ്മൾ ടേപ്പായിട്ട് ഒരു സാധനം കണ്ടിട്ടുള്ളൂ, ഡക്ക് ടേപ്പ്. എങ്ങനെയാണെങ്കിൽ ഹെലികോപ്റ്റർ കീ വേണം. ഹെലികോപ്റ്റർ കീ നമുക്ക് കിട്ടിക്കാണും. ഇവിടെ ഗ്യാസിലിന് കഴിയണം. ഗ്യാസിലിനും ഹെലികോപ്റ്റർ കീയും മാനുവൽ ഹെലികോപ്റ്ററിൻ്റെ ആയിരിക്കുമല്ലോ അതും. ഇതെങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെ. ഇങ്ങനെ. പിന്നെ ആരെങ്കിലും വന്നിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല.
ആരും വരല്ലേ കേട്ടോ. ആരും വന്നാൽ ചമ്മിപ്പോവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വരിക, പുറകിൽ കൂടെ വരരുത് കേട്ടോ. കൊച്ചുമോനെ വെടിയിച്ചിടാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടില്ലാന്നേ, മറ്റേ കണ്ണൊക്കെ ചുമന്ന് വന്നേ അമ്മാമ്മയപ്പം. അയ്യോ എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ്. അമ്മാമ്മ ഇവിടുന്ന് അമ്മാമ്മ സ്പോണായിരുന്നു. അതെ പടി. ഓ അമ്മാമ്മ ഒളിച്ച് നിൽക്കുക കല്ല്. പൊക്കോന്ന്. സങ്കടം കാരണം കെണിയിട്ടിട്ട് പോവാ. ഇപ്പൊ കൊച്ചുമോനെ ഇങ്ങ് വാ, കൊച്ചുമോനെ നിന്നെ എനിക്ക് തീർക്കണം. നീ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് ചത്തതാ. കൊച്ചുമോനെ വാ, ഇതറാവോ കൊച്ചുമോൻ. ഇനി ഞാൻ പേടിക്കത്തില്ല. ഉണ്ട് വാടാ, 2 വാ. ഒറ്റയ്ക്ക് എന്നെ വെടിവെച്ചിട്ട് എനിക്ക് വയ്യ. 2 പറ്റേ. ആഹാ, തല കാണി. ആ അതെ, 2 തല ഒന്നിച്ച് ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ അമ്മാമൻ തീരും. അപ്പം മാത്രം തീരണ്ടേ, മാറിക്കിടക്കത്തള്ള. എന്നത് ഇവിടെ തന്നെ കുടുംബസംഘടന ഇവിടെ വന്ന് കിടക്കണമെന്നുണ്ടോ? മാറുന്ന എല്ലാം ഇവിടെ വന്ന് കിടക്കുക. മാറുന്ന എനിക്ക് പോകണമെന്ന്. ഏതായാലും കൊച്ചുമോനെ തീർത്ത്. അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന്. പാവം കൊച്ചുമോൻ കറണ്ടടിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം എണീക്കായിരിക്കും. പാർലോ കീ. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ആകാം. അതിനു മുമ്പ് ഒന്നുമില്ല, എസ്കേപ്പ് ആവാം. അല്ല വേണ്ട, തോക്കെടുത്തൊന്ന് റീലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെ വേണ്ട തന്നെ നമുക്കെല്ലാം കിട്ടി. ഗ്യാസിലേയും നിറയ്ക്കണം. താഴേക്ക് ഉണ്ട്. എസ്കേപ്പ് ആവാൻ പെട്ടെന്ന് ആ വെപ്പണൊന്ന് നിറയ്ക്കണം. ഒരുണ്ട കാര്യം തീരുമെന്ന് ഓർത്താം. കിടക്കട്ടെ. സ്റ്റിയറിംഗ് വീൽ ഇവിടെ ഉണ്ട്. കാര്യം തന്നെ താക്കോലിട്ട് തുറക്കാം. ഇവിടെ തുറന്നു. ഗേറ്റ് തുറന്നടാ, ഗേറ്റ് തുറന്നു. സ്റ്റിയറിംഗ് വീൽ ഉണ്ടാക്കാം. അവസാനം നമുക്ക് പെട്രോൾ ഒഴിക്കാം. ഗ്യാസിൽ ഇനി തന്നെ കീയും സ്പാർക്ക് പ്ലഗും മണ്ടയില കീയും മണ്ടയില. അപ്പോൾ 2 ഓടിപ്പ് എടുത്തോണ്ട് വരാം. സ്പാർക്ക് പ്ലഗ് ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ. അയ്യോ ഇവിടെ അല്ലല്ലോ. ഇനി ഈ വഴി അങ്ങ് അഴിക്കാനേ. നമ്മൾ കറങ്ങി ചെല്ലുമ്പോഴത്തേനും കുറേ സമയം എടുക്കും. പെട്ടെന്ന് പോവാം. സ്പാർക്ക് പ്ലഗും കിട്ടി. ഇനി കീ അവസാനം പറ്റുമായിരിക്കുള്ളൂ. ഗ്യാസിലും കണ്ടുപിടിക്കണം.
ഇനി സ്പാർക്ക് പ്ലഗും വെച്ച് ഇനി ഗ്യാസിനും കൊണ്ടേ നടക്കണമായിരിക്കും. ഗ്യാസിൽ നമ്മൾ അടുക്കളയിലാണ്, കിച്ചണിൽ ആരും ഇല്ലയെന്ന് വിചാരിക്കാം. കിച്ചണിൻ്റെ ആൾ എവിടെയാണ്? ഇവിടെ ഗ്യാസിലില്ല. ഇത് സ്പോണായി കാണും, നമ്മുടെ മുന്നിൽ വരാത്തായിരിക്കും. ഇതുവരെ മുന്നിൽ കണ്ടില്ല കൈ. ഇതിൽ സ്പോണായിട്ടുണ്ട് ഏതായാലും. എന്നുവെച്ചാൽ 2.5 സെക്കൻഡല്ലേ ഉള്ളൂ, അതൊക്കെ ഇപ്പം സ്പോണായി. ഇവിടെയല്ലേ ഗ്യാസിൽ നിറയട്ടെ. ഇതന്നെ. ഗ്യാസിൽ നിറച്ച് ഞങ്ങൾക്ക് കീങ്കടം മതി കൈ. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങ് പോകാൻ പാടുമോ? ഇത്ര നേരം നമ്മളെ കറക്കി അമ്മാമ്മയ്ക്കും അപ്പാപ്പനൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ? കമോൺ, ഞാൻ പോവുകയാണ്. ഇനി കുറച്ച് നാളെടുക്കും. അതിനുള്ളിൽ പെട്ടെന്ന് വാ. തരാനുള്ളതൊക്കെ കിട്ടിയിട്ട് പോക്കോ. വാ പെട്ടെന്ന്. അമ്മാമ്മേനൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. ഓടി വരണ്ടേ? അപ്പാപ്പനും വാ. അമ്മാമ്മയ്ക്കുള്ള കിട്ടി. അപ്പാപ്പ ഓടി വാ, ഞാൻ പോവാ. അപ്പാപ്പ സമയമില്ല, ഓടി വാ. അപ്പ തീരെ സമയമില്ല, ബോട്ട് എടുക്കാറായി. അപ്പാപ്പോ ഇത്ര ഒച്ച കേട്ടടി, അപ്പാപ്പൻ എന്നെ വരാത്തെ. അപ്പാപ്പന് വേണ്ടി എന്തോരം നേരം നിന്നു. എൻ്റെ കപ്പലെടുക്കാൻ സമയമായി. പോട്ടെ, താക്കോല് മേളിൽ പോയി എടുക്കാം. താക്കോല് നമ്മൾ എവിടെ നിന്നിട്ട് ഇവിടെ. ബായ്, എല്ലാ സ്ഥലത്തിലും ബായ്. നമ്മളപ്പോൾ പോവാണ്. അപ്പാപ്പനും അമ്മാമ്മയ്ക്കുമുള്ള അവസാനത്തെ ഇതും കൊടുത്തു. അവരിനി മിസ് ചെയ്യട്ടെ. നമ്മൾ പോവാം, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവാം. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടെയും വെടിവെക്കാൻ തോന്നും കൈ. അപ്പോൾ പിന്നെ സമയം കുറേ പോവും. പോവാം. അപ്പോൾ ഗായ്, നമ്മൾ ബോട്ട് വഴി ഏതോ അണ്ടർഗ്രൗണ്ട് ഏതോ വഴി ബോട്ട് ഓടിച്ച് പോവാണ്. അതിൻ്റെ അപ്പോൾ അപ്പാപ്പ അമ്മാമേ ബായ് ബായ്. അപ്പോൾ ഗായ്, നമ്മൾ ബോട്ട് എസ്കേപ്പ് നമ്മൾ ഈസി ആയിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.